എടാ മറ്റേ ജേഴ്സി യൂണിഫോം മറ്റേ ഇതിന്റെ കാര്യം സംസാരിച്ചാ നീ ക്ലബിന്റെ? അത് നിങ്ങൾക്ക് 30,000 വേണ്ടി വേണ്ടത് പറഞ്ഞില്ലേ? ഓ അത് അതിന്റെ ചെലവില്ലേ പിന്നെ? ഞാൻ സാറോട് സംസാരിച്ചായിരുന്നു. എന്താ പറഞ്ഞു? ഓക്കെ പറഞ്ഞു. നിങ്ങൾക്കല്ല, പിന്നെ വേറെ ആമ്പിളർക്ക്. എന്തോന്ന് പരിപാടിയുടെ നീ തമാശ കളിക്കല്ലേ? തമാശ അല്ലല്ലേ, നീ 25,000 ആദ്യം സമ്മതിച്ചു. അത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഓക്കെ ആയിരുന്നു. പിന്നെ നീ പറഞ്ഞു 30,000 വേണം, 30,000 വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ സാറിൻ്റെ അടുത്ത് സാറിന് സമ്മതിച്ചു. ഞാനത് പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ പറയണ പോലെ അല്ലത്. ഈ പിന്നെ ജേഴ്സി ഇത് തയ്ക്കണമെന്ന് പറഞ്ഞാലേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള തുണി മാത്രമല്ല, നിങ്ങൾക്ക് സമയത്ത് വേണ്ടേ? അവനെ വേറെ കൊട്ടേഷൻ കിടന്ന അത് കളഞ്ഞിട്ടാണ് അവൻ ഇത് ഏറ്റെക്കണത്. അതുകൊണ്ടാ പറഞ്ഞത് എന്തിനു ബുദ്ധിമുട്ടുന്നത്. അവൻ അത് കളയണ്ട, അത് ഇരിക്കട്ടെ, നല്ല കാര്യമല്ലേ. അവൻ അതാണെന്നല്ലേ, അവൻ അത് ചെയ്യട്ടെ. നിനക്ക് എന്തെങ്കിലും കിട്ടുന്നതിനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഒരുമാതിരി അവിടെ പോയി മുറുക്കാൻ കടന്ന് സാധനം വാങ്ങിക്കുമ്പോൾ അല്ല ഇത് വേണ്ടാന്ന് വെക്കാനൊക്കെ. അതിപ്പോ ഞാനാണ് നാണം കെട്ടത്. നീ എവിടെ പോണ്? നീ കേട്ടിട്ട് പോ. ഇവനോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു, ക്ലബിന് വേണ്ടി ജേഴ്സി അയക്കണമെന്ന് പറഞ്ഞു. 25,000 രൂപയ്ക്ക് സമ്മതിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ പറഞ്ഞു. 25,000 രൂപ ഞാനത് സാറിനോട് പറഞ്ഞു. സാറ് ഓക്കെ. ഇവനല്ല കിട്ടണല്ലേ. ഇപ്പം എന്ത് പറ്റിയെന്നറിയാമോ? കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയണം 30,000 രൂപ പറ്റുള്ളൂ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇത് ഈ തയ്ക്കണ അൻസാറിന്റെ മറ്റേ മാമാടെ മോനില്ലേ, അവന് വേറെ വലിയ സ്കൂൾ യൂണിഫോമിന്റെ കൊട്ടേഷൻ വന്നു, അത് കളഞ്ഞിട്ടാണോ ഇത് ഏറ്റെക്കണത്? ആദ്യം 30,000 രൂപ പറയായിരുന്നില്ലേ? എന്റെ ലില്ലി മോളെ, ഇത് പറയാന്ന് പറഞ്ഞാൽ ഇത് ഒരു വർക്ക് കളയുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അവൻ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അവൻ പ്ലാൻ ചെയ്തത്. ക്വാളിറ്റി ആരും പറയണം, എന്റെ ക്വാളിറ്റിയാണ് അവിടെ പോയത്. സാറിനെ ചീത്ത വിളിക്കാനില്ല. ഓ നോക്കിയേ, എന്ത് ചായ വേണോ? ചായ വെള്ളം കൂടെ കൊണ്ടുവരാ. ഏടാ കട്ട എനിക്ക് എപ്പോഴേ അറിയാം, കുടുംബക്കാരുടെ ഒരു ആവശ്യത്തിന് ഇടപെട്ട ഇങ്ങനെയൊക്കെ തന്നെ വരും. ഇപ്പൊ ലാസ്റ്റ് പോലീസുകാർ എത്ര രൂപ ആണെങ്കിൽ സമ്മതിക്കും? അല്ല, അവിടെ സമ്മതിച്ചു കഴിഞ്ഞ്. നീ നിന്റെ സാറിനോടൊന്ന് സംസാരിച്ചു നോക്കടാന്ന് പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം സംസാരിച്ചു. ആദ്യം 25,000 സംസാരിച്ചു, പിന്നെ 30,000 സംസാരിച്ചു. പറ്റില്ല പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു, തീർന്നു. ഒരു ടീമിന്റെ നമുക്ക് തരാൻ പറയലേ, ഒരു ടീമിന്റെ അതൊക്കെ മോശമല്ലേ, അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ, അത് നടക്കുന്ന കാര്യങ്ങളല്ല. നിന്റെ അടുത്ത് മലയാളത്തിൽ ഞാൻ പറഞ്ഞു. ദ്രോഹമാണ് ഈ കാണിക്കണത് കേട്ടോ. എന്ത് ദ്രോഹം? എല്ലാ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് നിങ്ങൾ പോലീസുകാർക്ക് ഒരു വാക്കിന് വിലയില്ല എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഞങ്ങൾക്ക് വാക്കിന് വില കൊണ്ടാണ് ആദ്യം 25,000 സമ്മതിച്ചപ്പോൾ ഓക്കെ പറഞ്ഞത്. പക്ഷേ നീ അല്ലേ മാറ്റി പറഞ്ഞത്. ഞാൻ 30 പറഞ്ഞപ്പോൾ നീ ഒന്നും മിണ്ടിയില്ലല്ല. അത് സാറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്ര സമയം പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവന്മാർ സാധനം എടുത്തത്, അഡ്വാൻസ് കൊടുത്ത്. ആ ചെറുക്കൻ പണയം വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇനി ഇല്ല കുടുംബത്തിലേക്ക് ഒരു ആവശ്യത്തിന്, പ്രത്യേകിച്ച് നിന്റെ ഒരു ആവശ്യത്തിന് ഞാൻ ഇനി ഇല്ലടേ. 16,000 രൂപയ്ക്ക് വേറെ കൊട്ടേഷൻ വന്നതാണ്. അപ്പോഴാണ് 25,000 പറഞ്ഞത്. എന്നിട്ട് ഞാൻ പിടിച്ചു കൊടുത്തതാണ്. ഇനി ഒറ്റ കാര്യം, 15 രൂപ ചെയ്യാൻ പറ്റുമോ? 20 ആക്കാം. 15 സമ്മതിക്കേ. ആന്ന് ഏട്ടാ സമ്മതിക്കേ. ഒരു 2 രൂപയും കൂടെ 17. 15 വാക്കാണേ. ഇനി മാറ്റി പറയോ? ഇല്ല, ചെയ്യാം. നഷ്ടമാണെങ്കിൽ ചെയ്തേ. നഷ്ടം ചെയ്യണ്ടല്ലേ? ഇല്ല, കുഴപ്പമില്ല, ചെയ്യാം. ഒരു കുഞ്ഞു ലാഭം ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല. ഒരു ചെറിയ ലാഭം ഉണ്ടാവുള്ളൂ, എന്നാലും ചെയ്യാം. ലാഭമുണ്ട്. ഓ ചെറുതുണ്ട് മതി, അത് കുഴപ്പമില്ല, ചെയ്യാം. ഉറപ്പിക്കല്ലേ? വിളിച്ചു പറയാം.